ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ ആൻസർ കീ ആണ്. ഒരുപാട് പേര് പരീക്ഷ എഴുതിയിട്ട് ആൻസർ കീ കാത്തിരിക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം, അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 3ഉം 4ഉം തെലങ്കാന സമരം, സ്വദേശി പ്രസ്ഥാനം. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡി ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏതൊക്കെയാണ്? കേസരി മറാത്ത ബാലഗംഗാധര തിലക്, വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. ഇത് തെറ്റിപ്പോയത് യങ് ഇന്ത്യ ഹരിജൻ ഗാന്ധിജിയുടേതാണ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടേതാണ്. 4, വെനിസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചത് ആരാണ്? സൈമൺ ബൊളിവർ. സൈമൺ ബൊളിവർ ആണ് SCRT ഫാക്ട്. 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്രണ്ണമാണ്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചത് ആര്? കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഈ ചോദ്യം ഞാൻ രാവിലെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ മുൻവർഷ ചോദ്യപേപ്പർ ഇട്ടപ്പോ അതില് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നും പറഞ്ഞതാണ്. അപ്പൊ അത് ഇന്ന് തന്നെ ചോദിക്കുകയും ചെയ്തു. അതിൽ മുക്കുത്തി സമരമാണ് ചോദിച്ചത്, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഓക്കെ. 7ാമത്തെ ചോദ്യം, ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസം ഏതെല്ലാമാണ്? ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസം ഏതെല്ലാമാണ്? മാർച്ച് 21ഉം സെപ്റ്റംബർ 23ഉം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മാർച്ച് 21ഉം സെപ്റ്റംബർ 23ഉം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ 8ാമത്തെ ചോദ്യം ഉത്തരം എ ആണ്. ചാലനം, അഭിവഹനം, സംവഹനം. ചാലനം, അഭിവഹനം, സംവഹനം എന്നിവയാണ്. ഓപ്ഷൻ എ. 9, നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ്. ഇതിന്റെ ആകൃതി സർപ്പിളാകാരമാണ്. സർപ്പിളാകാരം. കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ എ, ഒക്ടോബർ ചൂട്. ബാക്കിയെല്ലാം പ്രാദേശികവാദങ്ങളാണ്. ചിനൂക്ക, മാംഗോ ഷവേഴ്സ്, പശ്ചിമ അസ്വസ്ഥത. 11, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3, 4 എന്നിവയാണ്. അപ്പോൾ സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു. വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുന്നു. ഇത് SCRT ഫാക്ട് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക. സാംസ്കാരിക ഭൂപടങ്ങൾ: സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിനായി ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവി ഏതാണ്? മഹാരത്ന, നവരത്ന, മിനിരത്ന. മേൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 15, താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത്? ശരിയായി യോജിക്കുന്നത് ഓപ്ഷൻ സി ആണ്. 8ാം പഞ്ചവത്സര പദ്ധതി പ്രധാന ലക്ഷ്യം മാനവശേഷി വികസനം. 16, പ്രധാനമന്ത്രി ജൻധൻ യോജനയുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 2ഉം 3ഉം മാത്രമാണ്. രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉറപ്പാക്കാനുള്ള പദ്ധതി, നേരിട്ടുള്ള സമഗ്ര സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിടുന്ന പദ്ധതി. 17, ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ്? CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന GSTയിൽ ലയിക്കപ്പെടാത്ത നികുതി ഏതാണ്? ആദായ നികുതിയാണ്. ആദായ നികുതി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1967 സെപ്റ്റംബർ മാസം.
കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ഡി 2008 ഓഗസ്റ്റ് മാസം 11. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടകം എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 22. താഴെ പറയുന്നവയിൽ ഹരിത കേരളം പദ്ധതിയെ പറ്റി ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി മാലിന്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം, കാർഷിക വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതി. 23. രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റിനെ പറ്റി ശരിയായ പ്രസ്താവന ഏതാണ്? 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവൂ. ഓപ്ഷൻ എ. 24. മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലർട്ട് പുറപ്പെടുവിക്കുന്നതിന്റെ ഉദ്ദേശം? ഓപ്ഷൻ ഡി ആണ്. 24 മണിക്കൂറിൽ 6 സെന്റിമീറ്റർ മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ്. 25. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP ഖേത്താന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗം ആരാണ്? TT കൃഷ്ണമാചാരിയാണ്. ഓപ്ഷൻ സി. 26. എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്ത? സെൻട്രൽ വിസ്ത പുതിയ പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അടക്കം എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ ബി 10 അംഗങ്ങളാണ് ഉള്ളത്. 29. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏതാണ്? ധനകാര്യ കമ്മീഷനാണ്. ഓപ്ഷൻ സി. 30. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ ബി AB വാജ്പേയി. 31. താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആദ്യത്തെ പ്രസ്താവനയാണ് ഓപ്ഷൻ എ. അനുച്ഛേദം 20 ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു. 32. താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിനാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യം ഉള്ളത്? ഓപ്ഷൻ ഡി ജമ്മു കാശ്മീർ. 33. മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവം. ഓപ്ഷൻ ബി. 34. പ്രൈമേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളെ പ്രോസീമിയൻസ് എന്നും ആർത്രോപോയിഡ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രോസീമിയൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിക്ക് ഉദാഹരണം ഓപ്ഷൻ ബി ലിമർ ആണ്. 35. തിരുവനന്തപുരം ഇടുക്കി ജില്ലകളിൽ നിന്ന് പുതിയതായി കണ്ടെത്തിയ ഏതിനം സസ്യവിഭാഗത്തിനാണ് മുൻ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജയോടുള്ള ബഹുമാനാർത്ഥം ഇൻ പേഷ്യൻസ് ശൈലജയെ എന്ന പേര് നൽകിയത്? ഓപ്ഷൻ ബി കാശിത്തുമ്പ. 36. മനുഷ്യന്റെ ദഹന പ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട്. മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നി ഏതാണ്? ഓപ്ഷൻ സി ട്രിപ്സിൻ ആണ്. ഈ ചോദ്യം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത SCERT ബേസ്ഡ് ന്യൂ പാറ്റേൺ ചോദ്യത്തിൽ ഉണ്ട്. അത് കണ്ടവർക്ക് ഇത് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഓക്കെ. 37. വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം. 38. താഴെ പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന സേവനങ്ങളിൽ ശരിയായത് ഏതൊക്കെയാണ് ശരിയായത്? മരുന്ന് കൊടുത്തുള്ള ചികിത്സ, പ്രതിരോധ കുത്തിവയ്പ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 39. പാപ്സ്മിയർ പരിശോധന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി അർബുദം. അപ്പോൾ പാപ്സ്മിയർ ടെസ്റ്റ് LDC എക്സാമിന് ചോദിച്ചതാണ്, ഗർഭാശയ അർബുദം. ഓക്കെ. 40. പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുന്ന നിയമം കോട്പയാണ്. 41. ആധുനിക വൈദ്യശാസ്ത്ര പഠനം നടത്തിവരുന്ന കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ബി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. 42. ഒരു ഉപഗ്രഹത്തിന്റെ ഗതികോർജം 2 mJ ആണ് എങ്കിൽ ആ ഉപഗ്രഹത്തിന്റെ ആകെ ഊർജം അതിന് നെഗറ്റീവ് ആണ്, -2 mJ. 43. ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിന്റെ വ്യതിയാന കോൺ എത്ര? ഓപ്ഷൻ സി 40 ഡിഗ്രിയാണ്. 44. വായു മൂലമുണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാം? ഓപ്ഷൻ എ സ്ട്രീം ലൈനിങ് ആണ് ഉത്തരം. 45.
ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ അധിഷ്ഠിത മൊബിലിറ്റി പ്രോജക്റ്റ് സ്ഥാപിച്ചത് ഏത് സംസ്ഥാനത്താണ്? ലഡാക്ക് ആണ്. ലഡാക്ക്. 46. സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണയിൽ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിനെക്കുറിച്ചും മറ്റ് സൗരപ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പേടകമാണ് ആദിത്യ LI. 47. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം ഏതാണ്? ഓപ്ഷൻ ഡി ജാൻ ടെല്ലർ മെറ്റൽ ആണ്. 48. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദ്യത്തെ കൃത്രിമ മൂലകം ഏത്? ഓപ്ഷൻ എ ടെക്നീഷ്യം. 49. നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില എത്ര? ഓപ്ഷൻ ബി 126.4 കെൽവിൻ. 50. ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണം ഓപ്ഷൻ സി Al2O3. 51. കോവിഡുമായി ബന്ധപ്പെട്ട സ്വാപ് സെക് എന്താണ്? ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ആണ്. ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. 52. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രണം ചെയ്യപ്പെട്ടുള്ളത് എവിടെയാണ്? ഓപ്ഷൻ സി കൃഷ്ണപുരം കൊട്ടാരമാണ്, കായംകുളം. 53. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധനായ എഴുത്തുകാരൻ ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ. ഓപ്ഷൻ ബി. 54. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. 55. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ പഠനം ഉറപ്പുവരുത്താനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്? ഓപ്ഷൻ എ ഫസ്റ്റ് ബെൽ. 56. കണ്ണശ സ്മാരകം ആരുടെ സ്മരണയ്ക്കുള്ളതാണ്? കണ്ണശ സ്മാരകം കണ്ണശ കവികൾ അല്ലെങ്കിൽ നിരണം കവികൾ. ഓപ്ഷൻ ബി. 57. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഏതാണ്? ഓപ്ഷൻ എ ഉദയ സ്റ്റുഡിയോ ആണ്. 58. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അവാനി ലേഖര. ഓപ്ഷൻ ബി. 59. ഏതാണ് ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയി ഉപയോഗിക്കാത്തത്? ഓപ്ഷൻ ഡി Gthumb ആണ്. Gthumb. 60. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇതില് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1ഉം 2ഉം മാത്രമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളാണ്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റ്. ഓക്കെ, അതില് ഒരു മൂന്നാമത്തെ പ്രസ്താവന, ഒരു ഉയർന്ന ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരികളായി പരിവർത്തനം ചെയ്യുന്നത് ഏതാണ്? ഇന്റർപ്രറ്റർ. അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. 61. സൈബർ കുറ്റകൃത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ശരിയായി പൊരുത്തപ്പെടുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി 3ഉം 4ഉം മാത്രമാണ്. 62. താഴെ പറയുന്നവയിൽ ഏതാണ് വേർഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്? ലിബർ ഓഫീസ് റൈറ്റർ ആണ്. 63. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇന്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. സേവനമല്ലാത്തത് ടോപ്പോളജി ആണ്. ഓപ്ഷൻ സി. 64. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി. സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്തുവാൻ സാധ്യമല്ല. 65. താഴെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകൾ മനസ്സിലാക്കിയ ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. 65. ഈ തന്നിരിക്കുന്ന 2 പ്രസ്താവനയും ശരിയാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും കൂടാതെ 4ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിന്റെ അധികാര പരിധി നിശ്ചയിക്കുന്നതിനായി 10 കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം. 2 പ്രസ്താവനയും ശരിയാണ്. അടുത്ത ചോദ്യം, ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005 നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരാവുന്നത് ഏതാണ്? ഉചിതമായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ്. മേൽ പറഞ്ഞവയെല്ലാം ഉൾപ്പെടും. ശാരീരികമായ പീഡനം, ലൈംഗികമായ പീഡനം, വാക്കുകൾ കൊണ്ടും മാനസികവുമായ പീഡനം. 67. മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചെലവ് നൽകുന്ന 2007 നിയമം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി. മേൽ പറഞ്ഞ എയും ബിയും ശരിയാണ്. 68. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ചെയർപേഴ്സണെയും അംഗങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. 2 പ്രസ്താവനയും ശരിയാണ്.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു. ചെയർപേഴ്സണായി നിയമിതനായ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. രണ്ടും ശരിയാണ്. 69. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. 2 പ്രസ്താവനയും ശരിയാണ്. അതായത് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിന്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. നിയമവുമായി ബന്ധപ്പെട്ട കുട്ടികളിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ആയിരിക്കരുത്. രണ്ടും ശരിയാണ്. അടുത്തത് 70ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് 2014 അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതില് ഓപ്ഷൻ ഡി ആണ് ശരി. 2ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ഓക്കെ. കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടതും അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ആയിരിക്കേണ്ടതുമാണ്. അടുത്ത മാത്സ് ആണ്. 71 റൂട്ട്. ഈ റൂട്ടിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി 125. അടുത്തത് ടൈം ആൻഡ് വർക്ക് ആണ്. ജോണും ദീപുവും ചേർന്ന് ഒരു ജോലി ചെയ്തു തീർക്കാൻ 45 ദിവസം എടുക്കുന്നു. എന്നാൽ ജോൺ ഒറ്റയ്ക്ക് 70 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ദീപു ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഓപ്ഷൻ സി 126. 73 ഒരു സ്കൂളിലെ ആകെ കുട്ടികൾ 60% ആൺകുട്ടികളാണ്. പെൺകുട്ടികൾ ആകെ എണ്ണം 500. എന്നാൽ എത്ര ആൺകുട്ടികളുണ്ട്? ഓപ്ഷൻ എ ആണ് 750. അടുത്തത് 14, 20, 26 എന്ന സമാന്തര ശ്രേണിയുടെ 40ാമത്തെ പദം ഓപ്ഷൻ ബി 248. 2 ഗോളങ്ങളുടെ ഉപരിതല പരപ്പളവുകളുടെ അംശബന്ധം 16:25 ആയാൽ അവയുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം 64:125. അടുത്തത് ചിഹ്നങ്ങൾ മാറ്റിയിട്ടുള്ള ക്രിയയാണ്. ഓപ്ഷൻ സി 0 ഉത്തരം. 77 12, 15 ഒരു ക്ലോക്കിലെ 2 സൂചികൾക്ക് ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രിയാണ്? ഓപ്ഷൻ എ 82.5 ഡിഗ്രിയാണ്. 78 5 പേർ വഴിയിലൂടെ നടന്നു പോവുകയാണ്. പിയുടെ മുന്നിലായി എസും ക്യൂയുടെ പിന്നിലായി ടിയും പിക്കും ക്യൂവിനും മധ്യത്തിലായി ആറും നടക്കുന്നു എങ്കിൽ ഏറ്റവും മധ്യത്തായി നടക്കുന്ന ഓപ്ഷൻ ബി 6. റെയിൽവേ കോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സ്റ്റേഷന് നൽകാൻ പറ്റിയ കോഡ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 80 VEDC MPON അങ്ങനെയെങ്കിൽ GJIH RUTS ഓപ്ഷൻ എ. 81 You have got to arrive before 10 haven't you? ഓപ്ഷൻ സി. 82 Let them build a hospital here change to passive voice. 82 ഓപ്ഷൻ സി ആണ് ഉത്തരം. Which is the correct sentence? 83 ഓപ്ഷൻ എ ആണ് ഉത്തരം. 84 You dash wash those glasses they are clean. 84 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 85 Which part of the sentence has an error? 85 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 86 One word for the state of being unmarried. Celibacy ആണ് ഉത്തരം. ഓപ്ഷൻ ബി. 87 Dash of journalist. ഓപ്ഷൻ ഡി സ്കൂപ്പ് ആണ് ഉത്തരം. 88 The idiom let the cat out of the bag means option C to make something public. 89 The synonym of the word bait. Option A allure ആണ് ഉത്തരം. 90 An example of compound word. Option B railroad ആണ് ഉത്തരം. 91 തെക്കൻ കാറ്റ് വീശുന്നു. ഇതിലെ തെക്കൻ എന്ന പദം ഏത് തദ്ധിതത്തിന് ഉദാഹരണമാണ്? 91 ഓപ്ഷൻ എ തദ്വതദ്ധിതം. 92 തെറ്റായ വാക്യഭാഗം ഏതാണ്? 1000 തേങ്ങകൾ. 1000 തേങ്ങ എന്ന് മതി. 93 ഒറ്റപ്പദം എഴുതുക. പഠിക്കുവാൻ ആഗ്രഹമുള്ള ആൾ. ഓപ്ഷൻ ബി പിപഠിച്ചു. 94 ആളി എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം ഏതാണ്? ഓപ്ഷൻ ബി ചേടി. 95 മേയാനാമത്തിന് ഉദാഹരണമായി പറയാവുന്ന രൂപം ഏതാണ്? ഓപ്ഷൻ ഡി നിലാവാണ്. 96 ഉന്മൂലനം എന്ന വാക്കിന്റെ വിപരീത പദമായി വരുന്ന പദം ഏതാണ്? 96 ഓപ്ഷൻ സി നിമീലനം. 97 ശരിയായ രൂപം ഏതാണ്? 97 ഓപ്ഷൻ എ ധാർഷ്ട്യക്കാരൻ. 98 ഇവിടം പിരിച്ചെഴുതുക. ഓപ്ഷൻ ഡി ഇ പ്ലസ് ഇടം. 99 ഉത്സവം തുടങ്ങി ഇനി ബഹളത്തിന്റെ പൊടിപൂരമായിരിക്കും. ഇത് ഏത് വാക്യവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി സങ്കീർണ വാക്യം. 100 വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. ഇതിന് തുല്യമായ പ്രയോഗം ഏതാണ്? ഓപ്ഷൻ ബി അഴകുള്ള ചക്കയിൽ ചുളയില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് 100 ചോദ്യങ്ങളുടെ ഉത്തരം. അപ്പോൾ ഇന്ന് ഈ എക്സാം അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.